വചനവയൽ ക്വിസിലേക്ക് സ്വാഗതം. വചനവയൽ ആപ്പിലെ ഇ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു. എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ്. ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 17. ഒന്നാമത്തെ ചോദ്യം: ലോകത്തിൽ നിന്ന് പിതാവ് യേശുവിന് നൽകിയവർക്ക് എന്താണ് യേശു വെളിപ്പെടുത്തിയത്? ഉത്തരം: ഓപ്ഷൻ സി, ദൈവത്തിൻ്റെ നാമം. രണ്ടാമത്തെ ചോദ്യം: പൂരിപ്പിക്കുക. ഏകസത്യമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് ഡാഷ്. ഉത്തരം: ഓപ്ഷൻ എ, നിത്യജീവൻ. അടുത്തത് മൂന്നാമത്തെ ചോദ്യം: എന്തിനാൽ അവരെ വിശുദ്ധീകരിക്കണമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: ഓപ്ഷൻ എ, സത്യത്താൽ. നാലാമത്തെ ചോദ്യം: യേശുവും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് എന്താണ് അവിടുന്ന് ശിഷ്യന്മാർക്ക് നൽകിയത്? ഉത്തരം: ഓപ്ഷൻ ഡി, മഹത്വം. ഇനി അഞ്ചാമത്തെ ചോദ്യം: യോഹന്നാൻ 17:11 പ്രകാരം യേശു പിതാവിനെ സംബോധന ചെയ്യുന്നതെന്ത്? ഉത്തരം: ഓപ്ഷൻ സി, പരിശുദ്ധനായ പിതാവേ. അടുത്തത് ആറാമത്തെ ചോദ്യം: ഇത്രയും പറഞ്ഞതിന് ശേഷം ആര് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു? ഉത്തരം: ഓപ്ഷൻ എ, യേശു. ഏഴാമത്തെ ചോദ്യം: ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് എന്തുയർത്തി പ്രാർത്ഥിച്ചു? ഉത്തരം: ഓപ്ഷൻ എ, കണ്ണുകൾ. അടുത്തത് എട്ടാമത്തെ ചോദ്യം: പൂരിപ്പിക്കുക. ഡാഷ് പിതാവേ, ലോകം അങ്ങയെ അറിഞ്ഞിട്ടില്ല. ഉത്തരം: ഓപ്ഷൻ ബി, നീതിമാനായ. ഒമ്പതാമത്തെ ചോദ്യം: ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു എവിടേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു? ഉത്തരം: ഓപ്ഷൻ ഇ, സ്വർഗത്തിലേക്ക്. പത്താമത്തെ ചോദ്യം: യേശു എന്താണ് അവർക്ക് നൽകിയത്? ഉത്തരം: ഓപ്ഷൻ എ, വചനം. വചനവയൽ ആപ്പിലെ ഇ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു. എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ്. നന്ദി.